നമസ്കാരം. സമഗ്ര യോഗയിലേക്ക് സ്വാഗതം. ശ്വസനമാണ് മറ്റു വ്യായാമങ്ങളിൽ നിന്ന് യോഗയെ വ്യത്യസ്തമാക്കുന്നത്. നന്നായി ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ട് നമ്മൾ ബ്രീതിങ് ചെയ്തുകൊണ്ട് യോഗ ആരംഭിക്കും. ബ്രീതിങ്ങും സ്ട്രെച്ചിങ്ങും ചെയ്ത ശേഷമാണ് ആസനങ്ങളിലേക്ക് കടക്കുന്നത്. സ്ഥിര സുഖ ആസന എന്നാണ് പറയുക. ഒരാസനയിൽ സ്ഥിരമായി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. ആ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് സുഖകരമായി തോന്നണം. എങ്കിൽ മാത്രമേ അത് ആസനയാവുന്നുള്ളൂ. ആ പൊസിഷനിൽ നന്നായി ശ്വാസമെടുത്ത് ശ്വാസം വിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം എന്നാണ് യോഗയുടെ തിയറി. സ്ഥിര സുഖ ആസന സ്ഥിരമായി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. ആ മെയിൻറ്റെയിനിങ് സുഖകരമായിരിക്കണം. എങ്കിലേ അത് പൂർണ്ണമായി ആസനയായി മാറുന്നുള്ളൂ. ഏത് യോഗ പോസ്റ്റ് ചെയ്യുമ്പോഴും ആ പൊസിഷനിൽ ശ്വാസമെടുത്ത് ശ്വാസം വിട്ട് ഒരു 30 സെക്കൻഡ്സ് മിനിമം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. ഒരു 30 to 1 മിനിറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയാൽ, ആ പൊസിഷനിൽ സുഖകരമായി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയാൽ അത് പൂർണ്ണമായും ഒരു ആസനയായി മാറുന്നു. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരാസന ഇന്ന് നമുക്ക് പരിശീലിക്കാം. പ്രസാരിത പാദോത്താസന. ഈ ആസനയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. യോഗയിൽ ആസനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ശീർഷാസനമാണ്. തല താഴെ കാല് മുകളിലേക്ക് ഒരു പൊസിഷനിൽ നിൽക്കുന്ന, തലകുത്തി നിൽക്കുക എന്ന് പറയും. തലകുത്തി നിൽക്കുന്ന ഒരു പൊസിഷനാണ് ശീർഷാസനം. നന്നായി പ്രാക്ടീസ് ഉള്ള ഒരാൾക്കാണ് ശീർഷാസനം നന്നായി ചെയ്യാൻ പറ്റുക. എന്നാൽ തുടക്കക്കാർക്കും ആ ആസനയുടെ ഗുണങ്ങളൊക്കെ കിട്ടുന്ന ഒരു ആസനയാണ് പ്രസാരിത പാദോത്താസന. കാലകഴ്ത്തി വെച്ച് തല കുമ്പിട്ട് നിൽക്കുന്ന, കംപ്ലീറ്റ്ലി ഒരു ശീർഷാസനത്തിന്റെ പൊസിഷനിലേക്ക് പോവുകയല്ല, എന്നാൽ അതിന്റെ ഒരു ഇൻവേർട്ടഡ് പോസ്റ്റിന്റെ ഒരു ഗുണങ്ങൾ കിട്ടുന്ന ഒരാസന നമുക്കൊന്ന് പരിശീലിച്ച് നോക്കാം. പ്രസാരിത പാദോത്താസന പരിശീലിക്കുന്നതിനായി കാലുകൾ ഒരു 1.5 മീറ്റർ അകലത്തിൽ വെക്കുക. പ്രസാരിത പാദോത്താസന ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, BP ഉള്ളവര്, ബാക്ക് പെയിൻ ഉള്ളവര്, ഹാർട്ട് പ്രോബ്ലംസ് ഉള്ളവര് ഈ ആസന ചെയ്യരുത്. ഇയർ ബാലൻസിന്റെ പ്രശ്നമുള്ളവരും ഈ ആസനം ഒഴിവാക്കുക. സാവധാനം കാലുകൾ അകഴ്ത്തി വെക്കുക. നന്നായി ശ്വാസം എടുത്ത് കൈകൾ ഉയർത്തി ശ്വാസം വിട്ട് മുന്നിലേക്ക് സ്ട്രെച്ച് ചെയ്ത് കൈകൾ കാലിന്റെ ഒപ്പം വെക്കുക. കാലിന്റെ ഒപ്പം വെച്ച് നെറ്റി താഴെ മുട്ടിക്കുക. മെയിൻറ്റെയിൻ ചെയ്യുക. കാൽമുട്ട് നിവർത്തി കാലുകൾ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക. മെല്ലെ 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 തല അകത്തേക്ക് പോട്ടെ. മെയിൻറ്റെയിൻ ചെയ്യുക. സാവധാനം തിരിച്ചു വരാം. മെല്ലെ കൈകൾ മുന്നിലേക്ക് സ്ട്രെച്ച് ചെയ്ത് ബാലാസനയിൽ റിലാക്സ് ചെയ്യുക. നന്നായി ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് റിലാക്സ് ചെയ്തിരിക്കുക. ഒരു 30 to 1 മിനിറ്റ് ഈ പോസ്റ്റിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. ഈ ആസന ചെയ്യുന്ന ഗുണം, തല താഴെ നിൽക്കുമ്പോൾ നല്ല ബ്ലഡ് സർക്കുലേഷൻ തലയിലേക്ക് വരുന്നു. ഫേസിന് നല്ല ഗ്ലോ ഉണ്ടാവും. കണ്ണുകൾ ഷാർപ്പേൺ ആവും. ഹാർട്ട് മസിൽസ്, അബ്ഡോമൻ റിവേഴ്സ് പൊസിഷനിൽ വരുന്ന കൊണ്ട് തന്നെ അരയുടെ താഴേക്ക് ഫേസിലേക്ക് നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുന്നു. എനർജറ്റിക് ആവാൻ, അലേർട്ട് ആവാൻ, ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ വളരെ നല്ലൊരു ആസന.